എത്രയോ യോഗികൾക്ക് യുഗങ്ങളോളം തപസ് ചെയ്ത് കാണാൻ തരാവാത്ത ആ ഭഗവാന്റെ പാദങ്ങൾ നല്ലോണം കണ്ടോളൂ കേട്ടോ എന്ന ഭാവത്തിൽ അങ്ങനെ എല്ലാവരെയും കാണിച്ചു കൊടുത്തുകൊണ്ട് അതൊക്കെ അദ്ദേഹം നടക്കാൻ തുടങ്ങി. ആ ഉണ്ണികൃഷ്ണനായിട്ട് ബലരാമേട്ടനോട് കൂടിയിട്ട് നാട്യം നടിച്ച് അങ്ങനെ സഞ്ചരിക്കുക. എവിടെയാ ഭഗവാൻ എത്താണ്ടിരുന്നത്? താവഘ്രിയുഗ്മമനുകൃഷ്യ സരീസൃപന്തൗ ഘോഷപ്രഘോഷരുചിരം വ്രജകർദ്ദമേഷു തന്നാദഹൃഷ്ടമനസാവനുസൃത്യ ലോകം മുഗ്ധപ്രഭീതവൽ ഉപേയതുരന്തി മാത്രോ. ആ അമ്മമാരുടെ അടുത്തേക്ക് അങ്ങനെ പല നേരത്തെ കളികളും കഴിഞ്ഞിട്ടേ തിരിച്ചെത്തുള്ളൂ. ആ കൈകാലുകളെ കൊണ്ടങ്ങനെ മുട്ടുകുത്തി നടന്ന് അവിടെയുള്ള അടുത്തുള്ള ഭവനങ്ങളിൽ, അവിടെയുള്ള ചാലുകളുടെ അടുത്തു കൂടെ, മരത്തിൻ്റെ തണലിൽ കൂടെ, മിറ്റത്ത്, മണ്ണിൽ, കല്ലിൻ്റെ മീതെ, പശുക്കളുടെ പിന്നാലെ ഇങ്ങനെ അങ്ങോട്ട് നടക്കുന്നതാണ്. അതുകൊണ്ട് എന്ത് പറ്റണു? ഗാർഹിക കൃത്യങ്ങളുമായിട്ട് ബദ്ധരായിരിക്കുന്ന ഗോപസ്ത്രീകൾക്ക് പോലും അവർ അന്ന് തുടങ്ങിയിട്ടോ അവരുടെ എന്താ പറയേണ്ടത്, ഈ ഭഗവാന്റെ വാതിൽ പുറപ്പാട് കഴിഞ്ഞതോടുകൂടി പിന്നെ ഗോപസ്ത്രീകൾക്ക് അവരുടെ വീട്ടുകാര്യങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ തെരുതരെ കുറഞ്ഞു തുടങ്ങി. തെരുതരെ അവരന്ന് മുതൽക്ക് ഈ കൃഷ്ണൻ്റെ ലീലകൾ നോക്കി നിൽക്കാൻ തുടങ്ങി. പയ്യൻ്റെ വാല് പിടിക്കണു, അപ്പം പയ്യ ശബ്ദം ഉണ്ടാക്കണു, രോഹിണി ഓടി വരണു, ചന്തിക്കൊന്ന് കൊടുക്കണു, നടക്കടാ അങ്ങട് എന്ന് പറഞ്ഞ് എടുത്തും കൊണ്ടുപോകണു, മണ്ണിൽ കിടന്നുരുളണു, രാമേട്ടൻ്റെ മുഖത്തേക്ക് ആ മണ്ണിങ്ങനെ ഉരുട്ടി എറിയണു. അപ്പം ബലരാമൻ ഇങ്ങട് എറിയണു, അമ്മയെന്ന് പറഞ്ഞ് കരയണു. അപ്പോഴേക്ക് യശോദ ഓടി വരുന്നു, രോഹിണി ഓടി വരുന്നു, ഗോപസ്ത്രീകൾ ഓടി വരുന്നു. അതിൻ്റെ ഇടയിൽ ഒരു ദിവസം എന്താ, പൂച്ചള വായയിൽ എത്ര പല്ലുണ്ട് അറിയോ? അതെന്നെ പറയണത്, ഒന്നും അറിയില്ല നിങ്ങൾക്കൊന്നും. വലിയ നാട്യങ്ങളുടെയൊക്കെ അറിയണ പോലെ പൂച്ചട വായയിൽ എത്ര പല്ലുണ്ടെന്നും കൂടി അറിയില്ല. എന്നാ ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് കൃഷ്ണൻ പൂച്ചട വായ ഇങ്ങോട്ട് പൊളിച്ച് അതിൻ്റെ ഉള്ളിൽ പല്ലുണ്ട്. അപ്പം ബലരാമനൊരു സംശയം, അല്ല കൃഷ്ണ, ഈ തത്തമ്മയുടെ വായയിൽ എന്താ പല്ലില്ലാത്തത്? അതപ്പോൾ അതെങ്ങനെയാ പഴമൊക്കെ കഴിക്കുക? അത് ശരിയാണല്ലോ, എന്നാൽ നമുക്ക് അതും ഒന്ന് നോക്കുക. തത്തയുടെ വായ പിടിച്ച് തുറന്നു നോക്കുക. കുരങ്ങന്മാർ കളിക്കണ സമയത്ത് അവരുടെ പിന്നാലെ ചാടാൻ നോക്കുക, നീട്ട് നിൽക്കാറായിട്ടില്ല. ഇങ്ങനെയുള്ള വികൃതികൾ, അടുപ്പ് കൂട്ടിയതിൽ കടക്കൊള്ളി കൈയിട്ട് പിടിക്കാൻ നോക്കുക, കത്തിയെടുത്ത് കളിക്കുക. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവകഃ. അഗ്നി കൊണ്ടോ ആയുധങ്ങളെ കൊണ്ടോ മുറിക്കപ്പെടാത്തതാണ് താൻ എന്ന് അർജുനന് പറഞ്ഞു കൊടുത്തതുപോലെ ഇപ്പോൾ യശോദമ്മയ്ക്ക് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുമോ? അതുകൊണ്ട് ഇങ്ങനെ ഏട്ടനും അനിയനും കൂടി കത്തി പിടിച്ചിങ്ങനെ വലിക്കുക. ബലരാമസ്വാമിയും കൃഷ്ണനും കൂടി ഇങ്ങനെ ഒരു വികൃതി കാട്ടിന് കണ്ടതോടുകൂടി യശോദ ഓടി വന്ന അയ്യോ എന്ന് പറഞ്ഞ് തലയ്ക്ക് കൈ വെക്കുമ്പോഴേക്കും ഒന്നും പറ്റിയിട്ടില്ല, കൈ മുറിഞ്ഞിട്ടില്ല. അപ്പം ഇതൊരു പ്രാക്ടിക്കൽ ക്ലാസ്സായിട്ട് അവിടെ കാണിച്ചു കൊടുക്കുകയുണ്ടായത് ഭഗവാൻ. കുറേശ്ശെ എണീറ്റ് നിൽക്കാനും നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങിയതോടുകൂടി പിന്നെ പ്രാതഃകാലാവേണ്ട താമസമേ ഉള്ളൂ. ഓരോരോ ഗോപനാരിമാരായിട്ട് വന്ന് കൃഷ്ണൻ കാട്ടുന്ന കോലാഹലങ്ങളെക്കുറിച്ച് ഈ അമ്മ യശോദയോട് പറഞ്ഞു തുടങ്ങി. ഇങ്ങനൊരു സാധനത്തിനെ ഈ ലോകത്ത് കണ്ടിട്ടില്ല യശോദേ. വയ്യാഹത്തിലൊരു പിള്ളൈ അമ്മമ്മ ഞാൻ കണ്ടതില്ലൈ തായേ. യശോദ ഉന്തന്നായർ കുലത്തുദിത്തമായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജലത്തൈ കേളായി தையலை கேளடி உந்தன் பையனை போலவே இந்த வையகத்தில் ஒரு பிள்ளை.
അമ്മ, ഞാൻ ഇങ്ങനൊരു സാധനത്തിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല കേട്ടോ. എന്തൊക്കെ ഒരു വികൃതിയായവൻ കാട്ടണത്. കാലിനിൽ ചിലമ്പ് കൊഞ്ച கைவளை குலுங்க முத்து மாலைகளசைய தெருவாசலில் வந்தாய் பாலன் என்று தாவி അണൈത്തേൻ. അത്രയല്ലേ ഉള്ളൂ. അതിനെ കണ്ടാ ഒന്ന് എടുക്കണം എന്ന് ആർക്കാ തോന്നാത്ത യശോദേ? എന്തേ വികൃതി കാട്ടിയേ? അണൈത്തേൻ என்று മലയിട്ടവൻ പോൽ വായിൽ മുത്തമിട്ടാണ്ടി. അവൾക്ക് പറയാൻ തന്നെ വയ്യ, നാണക്കടമുണ്ട്. അയ്യേ എന്ന് പറഞ്ഞു ബാക്കിയുള്ള ഗോപസ്ത്രീകളൊക്കെ. അപ്പോഴേക്ക് ഇവൾക്ക് രോഷം വന്നു. ബാലനല്ലടി ഉന്മഹൻ ജാലമിഹ ചെയ്വതെല്ലാം 4 പേരെ കേക്ക ചൊല്ല നാണ് മികവാകതടി തായേ യശോദ ഉന്തനായർ കുലത്തുദിത്തമായൻ ഗോപാലകൃഷ്ണൻ ചെയ്യും ജാലത്തൈ കേള.